മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറി ഒരു പുതുമയൊന്നുള്ള കാര്യമല്ല. പുട്ടിന് പീരയിടുന്നത് പോലെ വ്യത്യസ്തമായ രീതിയിൽ തെറി എപ്പോഴും കേൾക്കുന്നതാണ്. പഠിക്കുന്ന ചെറിയ ക്ലാസ്സുകൾ മുതൽ തുടങ്ങുന്നു ആ സംഭവം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് ഫിറോസുമായി രാത്രി സംസാരിച്ചപ്പോൾ ഈ തെറി പഠിച്ച ബാല്യകാലത്തെക്കുറിച്ച് വെറുതെ ചർച്ച നടത്തി. ഒന്നും അറിഞ്ഞിട്ടല്ല, വെറുതെ. അപ്പോൾ അവനും ഞാനും ഒടുവിൽ എത്തിച്ചേർന്ന സംഗതി ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് മലയാളത്തിലായിരുന്നു തെറിയെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും CBSEയും ICSEയും ഒക്കെ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് പൊതുവിൽ വീട്ടുകാർക്കാർക്കും അശ്ലീലമായി തോന്നാത്തതുകൊണ്ട് ആ സംഗതി വളരെ കാര്യമായി പുതിയ തലമുറ പ്രയോഗിക്കുന്നുമുണ്ട്. എന്നാലും നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ആരും വിളിക്കാൻ മടിക്കുന്നവരെ 4 ലക്ഷം രൂപ ഫീസും വാങ്ങിച്ച് തെറി വിളിക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമാണ്. സംഗതി നമ്മുടെ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന പുതിയ മോട്ടിവേഷൻ മരം. ഇപ്പോൾ എല്ലാത്തിലും മരങ്ങൾ ധാരാളമുണ്ട്. നന്മ മരങ്ങൾ എന്ന് പറയുന്നത് പോലെ പ്രേരക മരങ്ങളെന്നോ പ്രേരണാ മരങ്ങളെന്നോ വിശേഷിപ്പിക്കാവുന്ന പുതിയ ഒരാളായി രംഗത്ത് വന്ന നമ്മുടെ അനിൽ ബാലചന്ദ്രൻ സാറാണ് കഴിഞ്ഞ ദിവസം എവിടെയോ കോഴിക്കോട് റോട്ടറി ക്ലബ്ബാണ് സംഘടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കാണുന്നുണ്ട്. നല്ല പച്ചത്തെറി കോട്ടുമൊക്കെ ഇട്ട് ഇത് കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് കൊടുത്തത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നിങ്ങളും കേട്ട് കാണുമത്, ഇല്ലെങ്കിൽ ദേ ഒന്ന് കേട്ടുകൊള്ളൂ. ബിസിനസ് മോട്ടിവേഷനാണ് സംഗതി. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതിയോ? ഇതാണ് സംഗതി. അവർ പറയുന്നത് അതിൽ കേൾപ്പിക്കാൻ കൊള്ളാവുന്ന ഭാഗം ഇത്രയുമേ ഉള്ളായിരുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളും ബിസിനസ്സുകാരും വ്യവസായികളും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് അവരെ മുഖത്ത് നോക്കി തെണ്ടി 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 എന്ന് പലതവണ വിളിക്കുന്നത്. ഞാനിത് കണ്ടപ്പോൾ ഓർത്തത് സിനിമ എൻ്റെ ഓർമ്മ നയം വ്യക്തമാക്കുന്നു എന്ന് പറയുന്ന പഴയൊരു സിനിമ ആണെന്ന് തോന്നുന്നു. സംഗതി ഒരു മന്ത്രിസഭാ യോഗം കൂടുകയാണ് എല്ലാവരും കൂടി ഇരുന്ന്. അപ്പം മുഖ്യമന്ത്രിയായ ആൾ സഹമന്ത്രിമാരോട് പറയുകയാണ്, ഇനി നിങ്ങളൊരു പീസ് ഇട്, അടുത്ത ആൾ വേറൊരു പീസ് ഇട്, നിങ്ങളൊരു പീസ് കൂടി ഇട്ടോ. ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നതാണ്. അപ്പോൾ അതിൽ 2 പേര് തമ്മിൽ ചെവിയിൽ ഡയലോഗ് പറയുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മുഖ്യൻ ഒരു തയ്യൽക്കാരനായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയായപ്പോൾ പുള്ളിക്ക് പറയാൻ പറ്റുന്നത് ഒരു പീസ് ഇടാനാണ്. കാരണം തയ്ക്കുമ്പോൾ നമ്മൾ കൈക്കൊരു പീസ് ഇടും, അതുപോലെ തന്നെ തൻ്റെ ഈ പീസ് ഇങ്ങനെ വേറൊരു തരത്തിലിടും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പീസ് ഇടുന്നതുകൊണ്ട് അദ്ദേഹം പീസ് ഇടാനാണ് അതിൽ പറയുന്നത്. ഇതിൽ അടിസ്ഥാനപരമായ സംഗതി എന്തെന്നറിയോ? എന്തെല്ലാം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ഇൻബിൽറ്റ് ക്യാരക്ടറുണ്ട്. അതെല്ലാ ആളുകളുടെയും മനസ്സിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. എന്നാൽ പുറത്തേക്ക് കാണിക്കുന്ന ഒരു മാനിപ്പുലേറ്റഡ് സാധനമുണ്ട്. ഈ അനിൽ ബാലേന്ദ്ര സാറിനെ കുറിച്ച് ഞാൻ തിരക്കിയപ്പോൾ പുള്ളി ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടിപ്പോയ ഒരാളാണ്. അങ്ങനെ വളരെ കടബാധ്യതയിലും കടക്കണിയിലുമൊക്കെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പലരെയും കണ്ടിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനൊരു പ്രസൻറ്റേഷനുമൊക്കെയായി അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പ്രസൻറ്റേഷനുമായി ഇറങ്ങി അതിൻ്റെ തുകയൊക്കെ പറഞ്ഞപ്പോൾ അതിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ തുകയൊക്കെ കൊടുക്കുന്നത് വിലപേശുന്ന ആളുകൾക്കേ കൊടുക്കുകയുള്ളൂ. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ചെന്നെങ്കിലേ അതുപോലുള്ള തുക കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ധ്യയ്ക്കോ മഴയത്തോ കാറിലോ നീന്തിയോ പാളയിലിരുന്നോ ഒക്കെ ചെന്നാൽ അവിടെ ആകെപ്പാട് നക്കാപ്പിച്ചൊക്കെ കിട്ടുള്ളൂ. ഇത് 4 ലക്ഷം രൂപയുടെ നല്ല തെറിയാണ്. ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും തെറി കേൾക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കുന്നത്? തെറി കിട്ടാൻ എന്തെല്ലാം മാർഗമുണ്ട്. റോഡിൽ പോയാൽ ഇപ്പം മഴക്കാലമാണെങ്കിൽ മുൻപിൻ നോക്കാതെ കാറ് വേഗത്തിൽ അങ്ങ് വിട്ടാൽ മതി. അപ്പോൾ എന്തു ചെയ്യും? ഇഷ്ടംപോലെ തെറി കിട്ടാം. ഭ്രാന്തുള്ള മനുഷ്യരെ അടുത്തൊക്കെ സമീപിച്ചാൽ അവരും സാധാരണ തെറി പറയാറുണ്ട്. അത്തരം തെറികളോടൊക്കെ നമുക്കൊരു പുച്ഛമാണ് തോന്നുന്നത്. എന്നാൽ ഇവിടെ കോട്ടും ടൈയും ഒക്കെ ഇട്ട തെറി ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇവർ ക്ഷമിച്ച് കാണും. പിന്നീടായിരിക്കും ആരെങ്കിലും ഒരാൾ ഒച്ചയെടുത്തത്. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തിരിച്ച് പ്രതികരിക്കാമോ എന്നുള്ള സന്ദേഹമൊക്കെ വന്നിട്ടുണ്ടാവും.
പിന്നെ തെറി കിട്ടാൻ എളുപ്പം യൂട്യൂബിലോ സാമൂഹ്യ മാധ്യമത്തിലോ ഒക്കെ വീഡിയോ ഇട്ടാൽ മതി, അതിൻ്റെ താഴെ കിട്ടും ഇഷ്ടം പോലെ തെറി. അപ്പോൾ ഇതൊന്നുമല്ലാതെ നിങ്ങൾ അങ്ങോട്ടൊരാൾക്ക് 4 ലക്ഷം രൂപ കൊടുത്ത് ആളിനെ കൊണ്ടുവന്ന് തെറി കേൾപ്പിക്കുക, കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ ഇങ്ങനെ ആളുകളെ ആവേശത്തിമുറപ്പിലാക്കി പരിശീലനമൊക്കെ നേടി ഇതുപോലെ ചെന്ന് പറയുമ്പോൾ രക്ഷപ്പെടാനും കാശുണ്ടാക്കാനും ഒക്കെയുള്ള താല്പര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് മോട്ടിവേറ്റർക്ക് എന്തും പറയാം, അത് കേൾക്കാൻ ആളിരിക്കും. കാരണം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണല്ലോ സാക്ഷാൽ മോട്ടിവേറ്റർ പറഞ്ഞു തരുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ ആ ഫീല് എന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് കേട്ടാൽ നല്ല രസവുമാണ്. ദേ അതൊന്ന് കേട്ടോളൂ. ഇരിക്കുന്നവര് 2 ശബ്ദം കേൾക്കും. ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതും ഇത് ഒരുപാട് മെനക്കേടാണെന്നുള്ള 2 ശബ്ദം കേൾക്കും. ഒന്ന് കമ്മിങ് ഫ്രം ദൈവം, 2 കമ്മിങ് ഫ്രം ചാത്തൻ. ആരുടെ വിളി കേൾക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ചാത്തൻ നിങ്ങളെ ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇട്ടോണ്ടേയിരിക്കും. ഇതാണ്, അതായത് 2 വിളി കേൾക്കുമെന്ന് പറഞ്ഞതുപോലെ അനിൽ ബാലേന്ദ്രൻ്റെ ഉള്ളിൽ 2 സംഗതികളുണ്ട്. ചിലപ്പോൾ ദൈവികമായിട്ടുള്ളതും ചിലപ്പോൾ ചാത്തൻ കയറുന്നതും, ഷെയ്ത്താൻ. അപ്പോൾ അദ്ദേഹം ഈ ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോൾ ഷെയ്ത്താൻ കയറിയതാണ് എന്ന് വിചാരിച്ചാൽ മതി. സംഗതി നല്ല ഗംഭീരമായിട്ടുണ്ട്. മോട്ടിവേഷൻ നടത്തുന്ന എല്ലാവരും ഇനി മോട്ടിവേഷൻ കേൾക്കാനിരിക്കുന്നവരെ എടാ തെണ്ടി 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 എന്ന് വിളിച്ച് കേൾപ്പിക്കണം. കാരണം എന്താണെന്നറിയോ, ഈ എടുക്കുന്ന ആളിനറിയാമല്ലോ അയാളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. അത് കേൾക്കാനായി മെനക്കെട്ട് ഇത്രയും കാശും കൊടുത്ത് ഇത് കേൾക്കാനായി 4 ലക്ഷം രൂപയും കൊടുക്കുന്നവരെ മണ്ടൻ എന്ന് വിളിച്ചാൽ പോലും അത് അത്ര യോഗ്യമായതല്ല. അതുകൊണ്ട് തെണ്ടിയെന്ന് തന്നെ വിളിക്കണം. എന്ന് മാത്രമല്ല, വേണമെങ്കിൽ 2ഉം കൂടി ചേർത്ത് വെച്ച് മണ്ടൻ തെണ്ടി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല.